നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. സോ ഇന്നലെ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ മീറ്റിംഗ് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ മാത്രമായിരുന്നു ഇന്നലെ മീറ്റിങ്ങിന്റെ ഉദ്ദേശം. എങ്കിലും ഉദ്ദേശിച്ച പല കാര്യങ്ങളും കൺവേ ചെയ്യാൻ സാധിച്ചില്ല. പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ആ ഒരു പ്രോസസ്സ് അങ്ങനെ ചെയ്യേണ്ടി വന്നതിൽ എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് അതെടുത്തത്. അപ്പോൾ ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്നും കൂടെ സൂചിപ്പിക്കാനും എല്ലാവരും അറിയിക്കാനുമാണ് ഇന്നത്തെ മീറ്റിംഗ്. വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്ന് തന്നെ മീറ്റിംഗ് വിളിച്ചു. സോ ഇതിലേറ്റവും ആദ്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ അപ്പെക്സ് ടോക്കൺ ആദ്യം BSC സ്കാൻ എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് തുടങ്ങി. പിന്നീട് ഉണ്ടായിരുന്ന ഓരോ ലിസ്റ്റിങ്ങുകളും ഓരോ എക്സ്ചേഞ്ചുകളും കോയിൻ മാർക്കറ്റ് ക്യാപ്പ്, ഹസ്ബിറ്റ്, അത് കഴിഞ്ഞ് ട്രസ്റ്റ് വാലറ്റ് വരെ ലിസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഏറ്റവും അടുത്തതായി നമ്മുടെ കമ്പനിയുടെ ഒരു നെക്സ്റ്റ് മേജർ സ്റ്റെപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ സ്വന്തം എക്സ്ചേഞ്ച് ലൈവ് ആവുകയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവർക്കും തന്നെ അതിൻ്റെ ബീറ്റ വെർഷൻ കിട്ടിക്കാണും. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായി എല്ലാവർക്കും മനസ്സിലായി വരുന്നതുണ്ടാവുള്ളൂ. കൃത്യമായി യൂട്ടിലൈസ് ഇതിനെ യൂസ് ചെയ്യ ഈ എക്സ്ചേഞ്ചിനെ കൃത്യമായി യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്നൊക്കെയുള്ള ഒരു വീഡിയോ അധികം വൈകാതെ നാളെയോ 1-2 ദിവസത്തിനകം തന്നെ എല്ലാവരുടെയും ഗ്രൂപ്പുകളിൽ ലൈവായിട്ട് റിസീവ് ആവുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഓൺ എക്സ്ചേഞ്ച് ബിനാൻസ് പോലെ ബിനാൻസിൻ്റെ ഏറ്റവും മേജർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ബിനാൻസ് എക്സ്ചേഞ്ച്. ബിനാൻസ് കോയിൻ അതിൻ്റെ വെറും ഒരു പ്രൊഡക്റ്റ് മാത്രമാണ്, ഒരു ചെറിയ പാർട്ട്. അതേപോലെ തന്നെ നമ്മുടെ അപ്പെക്സ് എക്സ്ചേഞ്ച് ആണ് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റ്. അപ്പെക്സ് എക്സ്ചേഞ്ചിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മുടെ അപ്പെക്സ് ടോക്കൺ. പെർ ഡേ 1000-ഓളം ട്രാൻസാക്ഷൻസ് ആണ് നമ്മുടെ അപ്പെക്സ് ടോക്കണിൻ്റെ എക്സ്ചേഞ്ചിൻ്റെ പ്ലാറ്റ്ഫോമിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ ടോക്കൺ ആയിരിക്കും നമ്മുടെ യൂട്ടിലിറ്റി. അതായത് എക്സ്ചേഞ്ച് ത്രൂ നടത്തേണ്ട ഏത് ട്രാൻസാക്ഷൻസിനും അപ്പെക്സ് ടോക്കൺ ആയിരിക്കും അതിന് യൂസ് ചെയ്യേണ്ടിയിരുന്ന അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് ഫീ അപ്പെക്സ് ടോക്കൺ ത്രൂ ആണ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് അടക്കം എല്ലാവർക്കും നമ്മുടെ ടോക്കൺ പുറത്ത് നമ്മുടെ എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ ടോക്കൺ ഉപയോഗിക്കാൻ നിർബന്ധിതരാവുകയാണ്. എല്ലാവർക്കും അറിയാം, അത്തരം ട്രാൻസാക്ഷൻസും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ തന്നെ ടോക്കണിൻ്റെ മൂല്യം, ടോക്കണിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും. ഒരു പ്രോപ്പർ ട്രേഡ് അവിടെ നടക്കും. സോ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ബിനാൻസിൻ്റെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിനാൻസിൻ്റെ കോയിനൊക്കെ വെറും അതിൻ്റെ ഒരു യൂട്ടിലിറ്റി മാത്രമാണ്. അതേപോലെ തന്നെ നമ്മൾ അപ്പെക്സ് ടോക്കൺ അതിലേക്ക് ആ ഒരു സ്റ്റെപ്പിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ 99% എക്സ്ചേഞ്ചിൻ്റെ കാര്യങ്ങൾ തീർത്തിരിക്കുകയാണ്. ഒരു ഫൈനൽ സ്റ്റേജിൽ ഈ ലാസ്റ്റത്തെ ഒരു ഫിനിഷിംഗ് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ നമ്മുടെ ഇതിനകത്ത് ഇതിൽ തന്നെ അപ്പെക്സ് എക്സ്ചേഞ്ചിൽ തന്നെ ഔട്ടർ പാർട്ടി, അതായത് തേർഡ് പാർട്ടി ആയിട്ടുള്ള വേറെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനൊക്കെ നമ്മുടെ എക്സ്ചേഞ്ചിൻ്റെ പ്ലാറ്റ്ഫോമിൽ കോയിനും ടോക്കൺ ക്രിപ്റ്റോ കോയിൻസ് എല്ലാം ലിസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ, അതുപോലെ തന്നെ NFT മാർക്കറ്റ് പ്ലേസ്, ICO ലോഞ്ച് പാഡ്, ഇതിനുള്ള എല്ലാ പ്രൊവിഷനും നമ്മുടെ എക്സ്ചേഞ്ചിൽ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. ഒരു ഡീസെൻട്രലൈസ്ഡ് പാറ്റേണിലാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റം, അപ്പെക്സ് ടോക്കണിൻ്റെ സിസ്റ്റം പോകുന്നത്. ഇനി അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്തത് എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യമാണ് ഷെയർ വാലറ്റ്. എല്ലാവർക്കും പരിചയമായി കാണും. ഷെയർ പർച്ചേസിനെ കുറിച്ച് പരിചയമുള്ള കാര്യമായിരിക്കും. നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൽ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ, അതായത് $100 $50 കിട്ടുന്ന ആൾ പോലും, ഒരു കുടുംബത്തിൽ 10 പേർക്ക് ID ഉണ്ടെങ്കിൽ അവർക്കെല്ലാം കൂടെ ചേർന്ന് ഒരു വാലറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് അത് ഷെയറിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ലൈഫ് ടൈം ഏണിംഗ് അല്ലെങ്കിൽ ഒരു ലൈക്ക് എ PF, ഒരു പെൻഷൻ ഫണ്ട് എന്ന നിലയിലാണ് നമ്മുടെ ഷെയർ വാലറ്റ് ആക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ഏണിങ്സിൻ്റെ വളരെ ചെറിയ പാർട്ട്, അത് നാളെ തന്നെ ഷെയർ മേടിക്കണം എന്നല്ല, 1-2 ദിവസം കൊണ്ട് മേടിക്കണം എന്നല്ല. നിങ്ങൾ $50-100 ഇടുന്നവർ ഇത് നമ്മൾ കൂട്ടി വെച്ച് ഷെയർ പർച്ചേസിലേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ
ലൈഫ് ലോങ് ഒരു ഏണിങ്സ് കിട്ടാവുന്ന രീതിയിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർ എല്ലാവരും പാർട്ടാകുക, അപ്പെക്സ് ടോക്കണിൻ്റെയും അപ്പെക്സ് എക്സ്ചേഞ്ചിൻ്റെയും ഭാഗമാകാനുള്ള ഒരവസരം എല്ലാവർക്കും നമ്മുടെ ഷെയർ വാലറ്റ് ത്രൂ ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റിലൊക്കെ ഷെയർ വാലറ്റ് ലൈവായി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും അത് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ അതാണ് അതിൻ്റെ ഷെയർ വാലറ്റിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഷെയർ പർച്ചേസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ അതാത് ലീഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന കേസുകളേ ഉള്ളൂ. എന്തെങ്കിലും കൺഫ്യൂഷൻസോ കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ലീഡേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഞാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കൺഫ്യൂഷൻസ് എല്ലാം ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാനും സാധിക്കാറുണ്ട്. അടുത്തതായിട്ട് പറയാനുള്ളത്, അടുത്ത മാസം 10-ാം തീയതിയോടുകൂടി ഒരു പ്രോഗ്രാം എല്ലാ ലീഡേഴ്സിനെ കോർഡിനേറ്റ് ചെയ്ത് ഒരു പ്രോഗ്രാം ലൈക്ക് ഒരു ട്രെയിനിങ് സെക്ഷൻ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു പ്രോഗ്രാം അടുത്ത 10-ാം തീയതിക്കുള്ളിൽ ഉണ്ടാവുന്നതായിരിക്കും. അതിൻ്റെ ബ്രോഷർ കാര്യങ്ങളെല്ലാം ഗ്രൂപ്പുകളിൽ ഇന്ന് രാത്രിക്ക് ശേഷം തന്നെ ലൈവ് ആവുന്നതായിരിക്കും. അതിൻ്റെ ഓഫേഴ്സ്, ഇനിയുള്ള പുതിയ ഓഫേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം ആ ബ്രോഷറിൽ ലൈവ് ആയിരിക്കും. എങ്ങനെയാണ് അതിലെ ആ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് ആൾക്കാർക്ക് പങ്കെടുക്കാനും അതിലേക്കുള്ള എൻട്രി എങ്ങനെയാണെന്നുള്ള പ്രൊവിഷനൊക്കെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ബ്രോഷറിലും ലീഡേഴ്സും ത്രൂ ഇന്ന് രാത്രി തന്നെ ഇൻഫർമേഷൻസ് എല്ലാം പാസ്സാവുന്നതായിരിക്കും. സോ ഐ തിങ്ക് ഈ ഒരുവിധം ഇന്നലെ പറയാൻ വിട്ടുപോയ മിസ്സായിപ്പോയ ഒരുവിധം കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ മാസം അവസാനത്തോടു കൂടി തന്നെ ഇത്രയും എക്സ്ചേഞ്ചുകൾ ലിസ്റ്റായി നമ്മൾ പറഞ്ഞ ടൈമുകളിലുള്ള പല സാഹചര്യങ്ങളിലും ലിസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ബിറ്റ്മാർട്ടിൻ്റെ ഒഫീഷ്യലായിട്ട് ബിറ്റ്മാർട്ടിൻ്റെ ടീം നമ്മുടെ ലോഞ്ചിങ് ഈ മാസം തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അധികം വൈകാതെ തന്നെ ആ അനൗൺസ്മെന്റ് ഒഫീഷ്യലി ബിറ്റ്മാർട്ടിൻ്റെ സൈഡിൽ നിന്നുണ്ടാവുന്നതായിരിക്കും. വിത്തിൻ 1 month നമ്മുടെ അപ്പെക്സ് ടോക്കൺ ബിറ്റ്മാർട്ടിൽ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ സഹകരിച്ച എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും നമ്മുടെ ആക്റ്റീവായി തന്നെ അപ്പെക്സ് ടോക്കണിൽ ഇനിയും സജീവമായി ആക്റ്റീവായി തന്നെ സഹകരിക്കുക. എല്ലാവരും അപ്പെക്സ് ടോക്കണിന്റെ വിജയത്തിനായി സഹകരിച്ച് പ്രാർത്ഥിക്കുക. ഒരുമിച്ച് മുന്നോട്ട് പോകാം. എല്ലാവരോടും നന്ദി. താങ്ക് യു. ഐ എം ജസ്റ്റ് വൈൻഡിങ് അപ്പ്. ഓക്കെ, താങ്ക് യു സാർ. വളരെ വളരെ മനോഹരമായിട്ട് നമുക്ക് സാർ ഇത് പറഞ്ഞു തന്നു. ഓക്കെ സാറ് നമുക്കിത് പറഞ്ഞു തന്നെ ഇത്രയും കാരണം നമുക്ക് പറഞ്ഞെന്നൊക്കെ നോക്കി ഇപ്പൊ നോക്കി നമ്മളെ എക്സ്ചേഞ്ചിനെ കുറിച്ച് പറഞ്ഞു. ഞാനൊരു 2 മിനിറ്റ് എടുക്കുന്നുണ്ടേ, 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഇപ്പൊ അപ്പെക്സ് എക്സ്ചേഞ്ചിനെ കുറിച്ച് സാറ് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഇന്ന് ആലോചിക്കുക, ഈ എക്സ്ചേഞ്ച് ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിലേക്കാണ് വരാൻ പോകുന്നത്. ഇതില് ഞാനോ നിങ്ങളോ ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇതിന് ഷെയർ എടുത്തു കഴിഞ്ഞാൽ ആ ഷെയറിന്റെ വാല്യൂ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വരെ കിട്ടുന്ന ഒരു മേഖലയെ കുറിച്ചാണ് സാറ് പറഞ്ഞത്. നമ്മളില്ലെങ്കിൽ പോലും അതിൽ നടക്കുന്ന പ്രോഫിറ്റിന്റെ ഒരു വീതം നമുക്കും നമ്മളെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നു. ഇനി ഈ ഷെയർ എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് സാറ് പറഞ്ഞെന്താ, നിങ്ങൾക്കൊരു വാലറ്റ് അവിടെ ഉണ്ടാവും, ആ വാലറ്റിൽ നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം. അതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് $4250 ആണ് ഒരു ഷെയറിന്റെ വാല്യൂ എങ്കിൽ $42.5 ഇട്ടാൽ നിങ്ങൾക്ക് ഒരു ഷെയറിന്റെ 0.1% നിങ്ങൾ എടുത്തു. ഓക്കെ, 100 എണ്ണം കൂടുമ്പോഴാണ് ഒരു ഷെയർ ആവുന്നത്. അപ്പൊ $42.5 ഇട്ടാൽ അതിനകത്ത് മാറ്റിച്ചാൽ 0.1% ഷെയർ നിങ്ങളെ കയ്യിൽ കിട്ടി. ഷെയർ പർച്ചേസിന് അത് 1, 2, 3, 4, 5, 10 പ്രാവശ്യമായിട്ട് വാങ്ങിയെടുത്താലും മതി. അപ്പൊ നിങ്ങൾ എത്ര വാങ്ങിയെടുക്കുന്നുണ്ടോ അത്രയും ഷെയർ നിങ്ങൾക്ക് അവിടെ കിട്ടും. ആ ഒരു ഷെയർ ആണെങ്കിൽ $4250 ആവണം, അപ്പോഴാണ് ഒരു ഷെയർ ആവുക. അപ്പൊ $42 ഇട്ടാലും $43 ഇട്ടാലും 0.1% ഷെയർ കിട്ടി. മനസ്സിലായി കാണും. അപ്പൊ ഒന്ന് ഫുള്ളാവാൻ 3-4 മാസം കൊണ്ടായാൽ മതി. നിങ്ങൾക്ക് 10-20 ഐഡി ഉണ്ടെങ്കിലും ഒരു ഐഡി കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. നമുക്ക് ആ ഷെയർ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ലാഭം, ഈ കമ്പനി നടക്കുന്ന, നമ്മളില്ലെങ്കിൽ പോലും ഈ കമ്പനി നടക്കുന്ന ആ പ്രോഫിറ്റിന്റെ ഒരു വീതം നമുക്ക് എല്ലാ മാസവും നമുക്കതിന്റെ പ്രോഫിറ്റ് ഷെയർ ആയിട്ട് അതിൽ നടക്കുന്ന ആനുമായി നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ ലാഭം നമുക്ക് തരുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഷെയർ എടുക്കുന്ന കാര്യമാണ് സാറാ പറഞ്ഞത്. ഇനി വിശദമായിട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ലീഡേഴ്സിനായിട്ട് വിളിക്കുക, നിങ്ങൾ ചോദിക്കുക, കാര്യങ്ങളൊക്കെ സംസാരിക്കുക. ഓക്കെ, ഇനി ഓഫറിന്റെ കാര്യം പറഞ്ഞു സാറ്. നമുക്ക് പിന്നെ ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഒരു ഹോട്ടലാണ് കമ്പനി വെച്ചിരിക്കുന്നത്. അത് നമുക്ക് 2-3 കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. ഒന്ന്, നമുക്ക് ക്രിപ്റ്റോ, ഈ അപ്പെക്സിനെ കുറിച്ച് എല്ലാ മേഖലയും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടാവും. ക്രിപ്റ്റോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടാവും. ഒരു എക്സൈറ്റ്മെന്റ് പ്രോഗ്രാം കൂടി ആയിരിക്കും. രണ്ടും കൂടിയിട്ടാണ് നമുക്ക് 1 ഡേ പ്രോഗ്രാം തരുന്നത്. അത് മിക്കവാറും 3 വെച്ചിട്ടായിരിക്കും. ഇനി എന്റെ കാര്യങ്ങളൊക്കെ ഇന്ന് ഗ്രൂപ്പിൽ മൊത്തം വിടുന്നുണ്ട്. പിന്നെ അത് പിന്നെ
ബേസിക് 1000 ആണെങ്കിലും 2500, 5000, 10000 വരെ 3-4 ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സിന് എന്തുണ്ട് അതിലൊരു പുതിയ അപ്ഡേഷൻ ഓഫറുകളും വരുന്നുണ്ട് അതിൽ. അതൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. പിന്നെ നമ്പർ ഞാൻ പറയാം, 9447388259, 9447388259. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ലീഡേഴ്സ് ആയിട്ട് ചോദിക്കാം. ഈ കോർ ടീമിലൊക്കെ ഇത് കൊടുക്കുന്നുണ്ടാവും, എല്ലാ കാര്യം ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഇത്രയും നേരം നിന്ന്, അതായത് ഈ സമയം വരെ നിന്നല്ലേ ഏതായാലും. ഓക്കെ, താങ്ക് യു. ഇത് എന്നാൽ നമ്മൾ പ്രത്യേകത്തിൽ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.